ഒരു വശത്ത് പരന്നു കിടക്കുന്ന റബ്ബർ തോട്ടവും മറുവശത്ത് വളരെ ഉയർന്നു നിൽക്കുന്ന മൺതിട്ടയും അതിനു മുകളിലായി കുറെ കൊച്ചു കൊച്ചു വീടുകളും നടുവിലൂടെ കഷ്ടി 1 മീറ്ററോളം വീതി മാത്രമുള്ള ചാലുപോലെ ഒരു നട. സ്കൂൾ ഓർമ്മയിൽ ആദ്യം മനസ്സിൽ തെളിയുന്ന രംഗം ഇതാണ്. ഇടവപ്പാതി മുതൽ മിഥുന കർക്കിടക ഞാറ്റുവേലകൾ അവസാനിക്കുന്നത് വരെ ഏറെക്കുറെ എപ്പോഴും കോരിച്ചിരിയുന്ന മഴയുടെ വന്യ താളം. അപ്പോൾ ഈ നടവഴിയിൽ ചാലിൽ കൂടെ എന്ന പോലെ നിറഞ്ഞൊഴുകുന്ന വെള്ളം. ചെരുപ്പ് അന്യമായിരുന്ന കാലഘട്ടങ്ങളിൽ കാലുകൊണ്ട് വെള്ളവും അടിച്ചു തെറിപ്പിച്ച് പിന്നിൽ അനുഗമിക്കുന്ന എന്റെ ബോഡിഗാർഡുമാരായ ടീച്ചർമാരുടെ ശകാരവും കേട്ട് ഭാരിച്ച ശരീരവും കൊണ്ടുള്ള ആ യാത്രകൾ ഓർമ്മ. മനസ്സ് മാൻപേടയെ പോലെ തുള്ളിക്കളിച്ച് പാഞ്ഞിരുന്ന കാലം. അന്ന് ഞാൻ ഏറെ ഇഷ്ടപ്പെട്ടിരുന്ന കാലം. അല്ലലറിയാത്ത ഉത്തരവാദിത്തങ്ങളുടെ ഭാരിച്ച ഭാണ്ഡങ്ങൾ അലോസരം ചെയ്യാത്ത കാലം. ആ മഴവെള്ളം പോലെ ഒഴുകി ഉറഞ്ഞുപോയ കാലം. പൊന്നുക്കരയിലെ വീട്ടിൽ നിന്നും കഷ്ടി 3 കിലോമീറ്ററോളമുള്ള ആ നടത്തത്തിൽ ഒരു കാവ്യം എഴുതുവാനുള്ള അത്രയും കാഴ്ചകൾ, പ്രകൃതിയുടെ നറും തലോടലുകൾ ഇന്നും മനസ്സിന്റെ ഏതോ ഒരു കോണിൽ മായാതെ മറയാതെ ബാക്കി നിൽക്കുന്നു. ഈ വഴി അവസാനിച്ച് ഏതാനും വഴികൾ നടന്നാൽ സ്കൂൾ എത്തുകയാണ്. ഇരുന്ന് തകർപ്പിച്ച പിന്നിലെ പഴയ ബെഞ്ച് നോവിക്കുമ്പോഴെന്ന പോലെ ഇടയ്ക്കിടെ നിറഞ്ഞിരുന്നു. ചോദ്യങ്ങളും അടിയും കെമിസ്ട്രിയും ഫിസിക്സും കണക്കും ഇംഗ്ലീഷും കെട്ടിമാറാപ്പാകുന്ന സമയങ്ങളിൽ ഈ ബെഞ്ചും അതിനാലാവുന്ന വിധം ചെറിയ ശബ്ദങ്ങൾ ഉണ്ടാക്കി ഞങ്ങളോട് ഐക്യമർപ്പിച്ചിരുന്നു. ഇന്റർവെൽ സമയങ്ങളിൽ അല്പം സമയം പോലും പാഴാക്കാതെ ചീർത്തന്ന പണിയായതും എടുത്ത് മുടി നെടുകയും കുറുകയും ഉയർത്തിയും താഴ്ത്തിയും ചെയ്യി. വരാന്തകളിലൂടെ കരാർ ജോലിക്കാരെന്ന പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും തോളിൽ കൈയിട്ടും വട്ടം ചുറ്റിപ്പിടിച്ചും ഒറ്റയ്ക്കും മസിൽ പിടിച്ചും മറ്റും നടന്നുകൊണ്ടേയിരിക്കുന്ന ചെത്ത് വീരന്മാരുടെ ബഹളം. ഈ സമയങ്ങളിൽ അവരുടെ മുഖത്തെല്ലാം ഒരു തരം ഭാവമാറ്റം അന്നേ ഞാൻ ശ്രദ്ധിച്ചിരുന്നു. പിന്നീടാണ് അത് ശൃംഗാരഭാവമായിരുന്നു എന്ന് ഞാൻ അറിഞ്ഞത്. പെൺകുട്ടികളും വെറുതെ ഇരിക്കുകയായിരുന്നില്ല. ചിലർ ബോക്സിൽ കരുതിയിരുന്ന കണ്ണാടികളിൽ നോക്കി പൊതിഞ്ഞു കൊണ്ടുവന്നിട്ടുള്ള പൗഡർ, കൺമഷി മുതലായവ യഥാവിധി പ്രയോഗിക്കുകയും ചഞ്ചലാക്ഷിമാരായി രംഗത്ത് വരാൻ കിണഞ്ഞ പരിശ്രമം നടത്തിയവരും ഉണ്ട് എന്നാണ് എൻ്റെ ഒരു ഓർമ്മ. പെൺപ്രജകളെ കാണുമ്പോൾ തന്നെ ആമയെപ്പോലെ ഉള്ളിലേക്ക് വലിഞ്ഞു പോകുന്നത്ര നാണക്കാരനായിരുന്നതുകൊണ്ടും മുള്ളൻ പന്നി തോൽക്കും മുടിയും വലിയ വിസ്താരമുള്ള ഒരു ശരീരത്തിന് ഉടമയായതുകൊണ്ടും മേൽ പറഞ്ഞ പോലെ നടക്കാൻ കഴിയില്ല എന്ന കൃത്യമായ ബോധ്യം എനിക്കുണ്ടായിരുന്നു. ചാടി എണീറ്റ് പറന്നു പോകാൻ തോന്നുന്ന പോലെയുള്ള ട്രോളുകളും യഥാവിധിയുള്ള പേരുകളും അന്ന് എന്റെ സഹവർത്തികൾ എനിക്ക് ചാർത്തി തന്നിരുന്നതിനാൽ പേരിനും പ്രശസ്തിക്കും വേണ്ടി എവിടെയും എനിക്ക് പോകേണ്ടി വന്നില്ല. ആയതിനാൽ എല്ലാ ഇന്റർവെൽ സമയങ്ങളിലും
ക്ലാസ്സിൽ തന്നെ കഴിച്ചുകൂട്ടുകയാണ് പതിവ്. ഭാഗം 2. മനസ്സിന്റെ ഓർമ്മപ്പാടുകളിൽ മറഞ്ഞുപോയ വാസരങ്ങളിലെ അനുഭവങ്ങൾ ഇനിയുമുണ്ട്. ഓർമ്മകളുടെ കൂടുകൾ തുറക്കുമ്പോൾ ഈ ചങ്ങാതിക്കൂട്ടത്തിലെ സതീർത്ഥ്യരോട് പങ്കുവയ്ക്കാൻ ഇത്തരത്തിലുള്ള അനുഭവങ്ങളല്ലാതെ മറ്റെന്ത്? ഇന്ന് സമരമാണ്. സ്കൂൾ എത്താറാവുമ്പോഴേക്കും ആരോ ഒരുത്തൻ വിളിച്ചു പറയുന്നത് കേട്ടു. മനസ്സൊന്ന് കുളിർന്നു. മുടക്കാണെങ്കിൽ 100 കൂട്ടം കാര്യങ്ങളാണ് വീട്ടിലുള്ളത്. വീടിനടുത്ത് കൂട്ടുകാരുമായി കളിച്ച സേപ്പിയിൽ കയ്യിലുണ്ടായിരുന്ന കോലിക്കായ അത്രയും പോയി കിടക്കുകയാണ്. പോയിട്ട് വേണം കളിച്ച് തിരിച്ചു പിടിക്കാനായിട്ടതെല്ലാം. കൂടാതെ അമ്മ ചക്ക വരട്ടിയത് കൊണ്ടുണ്ടാക്കിയ അട കാര്യമായി അകത്താക്കാനും കഴിഞ്ഞിട്ടില്ല. തന്നെയുമല്ല, വീടിനടുത്ത് തോട്ടിലാണെങ്കിൽ ചീപ്പിട്ട് നിറയെ വെള്ളം കെട്ടി നിർത്തിയിരിക്കുന്നു. പടിഞ്ഞാറെ പാലത്തിന്റെ മുകളിൽ നിന്ന് ചാടി തിമിർക്കാൻ നല്ല രസമായിരിക്കും. മോഹങ്ങൾക്ക് തീപിടിച്ചു. ഈശ്വര, സമരമായിരിക്കണേ, സമരം പൊളിയാതിരിക്കണേ. സ്കൂളിന്റെ ഗേറ്റിന് മുമ്പിൽ ബഹളം. അകലെ നിന്ന് നോക്കിയപ്പോൾ സ്കൂളിന്റെ ഗേറ്റ് കയറുകൾ കൊണ്ട് കെട്ടിയിട്ടിരിക്കുന്നു. സമരം പിടിക്കുന്നവർ അകത്ത് കുസ്തിക്കാരെ പോലെ ഗേറ്റും തള്ളിപ്പിടിച്ച്, സമരം പൊളിക്കുന്നവർ പുറത്ത് പോരുകാളകളെ പോലെ ഗേറ്റ് തുറക്കാൻ വേണ്ടി പലവിധ കസരത്തുകൾ കാണിക്കുന്നു. ആഞ്ഞു തള്ളുന്നു, ചവിട്ടുന്നു, തെറിയഭിഷേകം ചെയ്യുന്ന ചിലർ. എല്ലാവരും സ്കൂളിൽ വീരപരിവേഷമുള്ള പുലികളാണ്. ഞാൻ വീണ്ടും മനസ്സിൽ ഉറക്കെ പ്രാർത്ഥിക്കാൻ തുടങ്ങി. പൊളിയല്ലേ ഈശ്വര, സമരം പൊളിക്കല്ലേ. ഇന്നലെ കളിച്ച അമ്പത്താനി അഥവാ ഒളിച്ചുകളിയിൽ വലിയ അപമാനമായി പോയി. ആ ശ്രീനിയും കണ്ണനും ഹരീഷും തട്ടിന്റെ മുകളിൽ പോയി ഒളിച്ചാലും കണ്ടുപിടിച്ചു കളയും. എന്തൊരാൾക്കാർ! ഇന്ന് പുതിയ സ്ഥലം പറ്റിയാൽ സെറ്റാക്കണം, ഒളിക്കാൻ. ഇതിനൊക്കെ ഈ സമരം പൊളിയാതെ പുറത്തുള്ള ടീം ഗേറ്റ് ബലം പ്രയോഗിച്ച് തുറന്നാൽ സ്കൂളിലെ സമരം പൊളിഞ്ഞതായിട്ടാണ് കണക്കാക്കിയിരുന്നത്. തന്നെയുമല്ല, ഈ പൊളിക്കുന്നവർ ഞങ്ങളെ എല്ലാം ഭീഷണിപ്പെടുത്തി ക്ലാസ്സിലേക്ക് ഓടിക്കുകയും ചെയ്തു. ഇന്നെന്തായാലും രക്ഷപ്പെട്ടു. ഉന്തും തള്ളും മുറയ്ക്ക് നടന്നെങ്കിലും പൊളിക്കാർക്ക് ഗേറ്റ് തുറക്കാൻ പറ്റില്ല. സമരം വിജയിച്ചിരിക്കുന്നു. ആശ്വാസം. എന്റെ സാരഥിമാരായ ടീച്ചർമാരോട് പറഞ്ഞു നേരെ വീട്ടിലേക്ക്. ആഹ്ലാദം. അപ്പോഴതാ അടുത്ത മാരണം വന്നു ഭവിച്ചിരിക്കുന്നു. അതായത്, ഇങ്ങനെയുള്ള ദിവസങ്ങളിൽ തിരിച്ചു പോകാൻ എന്നെ കാത്തു സൂക്ഷിച്ചു കൊണ്ടുപോരുന്ന രാധാ ടീച്ചറുടെയും പാർവതി ടീച്ചറുടെയും പ്രൊട്ടക്ഷൻ ഇല്ല. ഒറ്റയ്ക്ക് തന്നെ തിരിച്ചു പോകണം. ടീച്ചർമാരുടെ കൂടെ വരുമ്പോൾ ആ വാര്യപ്പുടി ഭാഗത്തു നിന്നും ഒരേ വഴിയിൽ കൂടി സ്കൂളിൽ വരുന്ന കുറച്ച് പ്രശ്നക്കാർ പിള്ളേരുണ്ട്. ഞാൻ ഇവരെയൊന്നും തീരെ മൈൻഡ് ചെയ്യുക പതിവില്ല. ഇതൊക്കെ കണ്ടു പഠിക്കടേ എന്ന മട്ടിൽ എന്റെ ഭാരിച്ച കൈകാലുകളും വലിച്ചെറിഞ്ഞ് ഒരൊറ്റ നടത്തമാണ്. മേൽ പറഞ്ഞവർക്കാണെങ്കിൽ എന്റെ പല വിധത്തിലുള്ള നാമവിശേഷണങ്ങൾ, അതായത് ഭൂമികുലുക്കം, ആന, ഭീമൻ, വെണ്ണ ഇത്യാദി ഇനിയും ഏറെയുണ്ട്. വിളിച്ച് രസിച്ചില്ലെങ്കിൽ ഉറക്കം വരാത്തവരാണ്. ടീച്ചർമാരുള്ളതുകൊണ്ടാണ് പലപ്പോഴും ഞാൻ രക്ഷപ്പെട്ടു പോരാറ്. അപ്പോഴും തരം പോലെ ടീച്ചർ കാണാതെ ആംഗ്യത്തിലും മറ്റും നിന്നെ ഞങ്ങൾ എടുത്തോളാം എന്ന രീതിയിൽ പരിശ്രമിക്കുന്നവരും
ആ കൂട്ടത്തിലുണ്ടായിരുന്നതായി ഓർക്കുന്നു. ഈ സമര ദിവസങ്ങളിൽ അവരുടെ നടുക്ക് വേണം ഏകനായി വീട്ടിലെത്താൻ. ഭഗവാനെ, ചെകുത്താനും കടലിനും ഇടയിൽ വീണ്ടും ഈ പാവം ഞാൻ. ചിലർ പിന്നിലൂടെയും മുന്നിലൂടെയും വശങ്ങളിലൂടെയും വന്ന് അവർക്കറിയാവുന്ന ആയോധനമുറകളും എൻ്റെ ഈ വിസ്താരമേറിയ ശരീരത്തിൽ ഇടയ്ക്ക് പരീക്ഷിച്ചു നോക്കുന്നുമുണ്ട്. എന്നിട്ടൊരു ഒറ്റയോട്ടമാണ്. ഓടി ഞാൻ അവരെ പിടിക്കാൻ പോണില്ല എന്ന അഹങ്കാരം. ഏതായാലും ഇതെല്ലാം തരണം ചെയ്തുകൊണ്ട് സംഭവബഹുലമായ തിരികെയുള്ള യാത്രയും കഴിഞ്ഞ് ഞാൻ അന്നും വീട്ടിലെത്തി എൻ്റെ പരിപാടികൾ തുടർന്നു. ഭാഗം 3. സ്കൂളിൻ്റെ മുമ്പിൽ അണ്ണൻ്റെ കട. അവിടെ പിട്ടും മിഠായിയും ശരിക്കും പല്ലിലൊട്ടുന്ന പല്ലടിയും ഒരു പൈസ ചുക്കുണ്ടയും ബബിൾ ഗവുമെല്ലാം അന്ന് ഒരു മോഹമാണ്. കാരണം കഴിഞ്ഞുകൂടാനുള്ള വക വീട്ടിലുണ്ടായിരുന്നു എങ്കിലും പുറമേ ഭക്ഷണ സാധനങ്ങൾ വാങ്ങി കഴിക്കുക എന്നത് തീരെ തെറ്റായിട്ടുള്ള ഒരു ഏർപ്പാടായിട്ടാണ് എൻ്റെ വീട്ടുകാർ വിശ്വസിച്ച് വെച്ചിരിക്കുന്നത്. അതിനാൽ 5 പൈസ പോലും സാമ്പത്തിക സഹായം അവരുടെ കയ്യിൽ നിന്ന് പ്രതീക്ഷിക്കേണ്ടതില്ല. മാത്രമല്ല, അവിഹിതമായി എന്തെങ്കിലും സ്വരൂപിക്കാനും പാടായിരുന്നു. കൂടെ കൊണ്ടുപോകുന്ന ടീച്ചർമാരോട് കൃത്യമായി അന്വേഷണം നടത്തി ബോധ്യപ്പെട്ടതിന് ശേഷം മാത്രമേ വീട്ടിൽ നിന്ന് 10 പൈസ പോലും റിലീസ് ചെയ്ത് കിട്ടുമായിരുന്നു. കാര്യങ്ങൾ ഇങ്ങനെ ആയതുകൊണ്ട് അന്നും സാമ്പത്തിക പരാധീനതയ്ക്ക് എനിക്ക് കുറവൊന്നും ഉണ്ടായിരുന്നില്ല. കൂടെയുള്ള ചങ്കുകൾ പ്രസാദിച്ചാൽ അത് രാമചന്ദ്രനാവാം, രാജീവാവാം, ഷാജു ആവാം, പ്രദീപ് ആവാം, മറ്റാരെങ്കിലുമൊക്കെ ആവാം. അവർ കീ ജയ് വിളിക്കാനേ എനിക്ക് നിർവാഹം ഉണ്ടായിരുന്നു. അണ്ണന്റെ കടയിലെ സംഭാരം കലക്കി മൺപാനയിൽ വെച്ചിട്ട് ഗ്ലാസിന് 25 പൈസയ്ക്ക് വിൽപ്പന പതിവുണ്ട്. ഇഞ്ചി, പച്ചമുളക്, നാരകം, വേപ്പില, അങ്ങനെ സ്വാദിഷ്ടമായ എന്തൊക്കെയോ ചേർത്ത് കലക്കി നല്ല രസമാണ്. 5 പശുക്കളുള്ള വീട്ടിൽ നിന്ന് വരുന്നതാണെങ്കിലും എനിക്ക് ഈ സംഭാരത്തിനോട് ഒരു പ്രത്യേക ആർത്തി തന്നെയായിരുന്നു. ഏതായാലും പല്ലൊട്ടിയും പിട്ടും 25 പൈസ ഐസ്ക്രീമും മറ്റു മിഠായികളും വളരെ അന്തസ്സോടുകൂടി തന്നെ ഞാൻ ഓസടിച്ച് ആസ്വദിച്ചുകൊണ്ടിരുന്നു. 7-ലോ 8-ലോ മറ്റോ പഠിക്കുമ്പോൾ കല്ലൂർ നിന്നും വരുന്ന രജീവൻ എന്നൊരു പങ്കാളി എനിക്കുണ്ടായിരുന്നു. സ്കൂളിന്റെ അപ്പുറത്തുള്ള ചായക്കടയിൽ നിന്നും ചൂടുള്ള പരിപ്പോട വാങ്ങി അത് ചൂടോടുകൂടി തന്നെ ട്രൗസറിന്റെ പോക്കറ്റിൽ നിക്ഷേപിച്ച് ക്ലാസ് ടൈമിൽ പൊടിച്ച് അല്പാൽപമായി തിന്ന് കാണിച്ച് കൊതിപ്പിച്ചിട്ടുള്ളതിനുണ്ടോ കയ്യും കണക്കും. മനപ്രസാദമുള്ള നേരമാണെങ്കിൽ അദ്ദേഹം അതിൽ നിന്നും ഒരു കുഞ്ഞു കഷ്ണം പൊട്ടിച്ച് എന്റെ നേരെ നിന്നിട്ടു. ലോട്ടറി അടിച്ച പ്രസാദത്തോടെ ഞാനും അത് ഇത്തിരി അകത്താക്കും. എന്ത് രുചി! സത്യം പറയാലോ, അന്ന് തൊട്ടൊക്കെയാണ് ഈ പരിപ്പോട എന്താണെന്നും അത് ഇങ്ങനെയാണെന്നും ഒക്കെയുള്ള ഒരു ഏകദേശ ധാരണ എനിക്ക് കിട്ടിയത്. എന്റെ പരിപ്പോട സുഹൃത്ത് അല്പം സമ്മർദ്ദപ്പെട്ടിരിക്കുന്ന സമയമാണെങ്കിൽ പരിപ്പോടയുടെ എല്ലാ ഫിനിഷിംഗ് വർക്കുകളും അവൻ തന്നെ തീർക്കും. എങ്കിലും അവൻ വളരെ നല്ലവനായിരുന്നു കേട്ടോ.
8ാം ക്ലാസ്സിലെ മറ്റോ പഠിപ്പ് നിർത്തി എന്നാണ് ഓർമ്മ. ഠേ 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 പടക്കം പൊട്ടുന്നത് അല്ല കേട്ടോ. 10ലെ ഞങ്ങളുടെ ക്ലാസ് ടീച്ചർ ശാന്ത ടീച്ചറുടെ അടി കയ്യിലും ശബ്ദം ചെവിയിലും പ്രകമ്പനം കൊള്ളുന്നതാണ്. എല്ലാ ഹോംവർക്കുകളും ചെയ്ത് കൃത്യമായി പഠിച്ചു വന്നാലും ടീച്ചർ വടിയൊന്ന് ചുഴറ്റി കണ്ണം ഉരുട്ടിയാൽ പിന്നെ ആകെ ഒരു കിടുകിടുപ്പാണ്. മുന്നിൽ ബെഞ്ചിൽ പഠിപ്പ് കൂടി എന്ന ഒരേ ഒരു ദുർഗുണം മാത്രമുള്ള ജെയ്സനും ദേവനും രാമദാസും ടീമും ഇതൊക്കെ എന്ത് ഞങ്ങളെ കണ്ടു പഠിക്കടേ എന്ന മട്ടിൽ ജൃംഭിത കുമ്പികളായി നിലകൊള്ളുന്നു. കാരണം അവർക്ക് തീരെ തല്ലുകൊള്ളാറില്ലല്ലോ. എന്താണിത്, വല്ലാത്ത പഹയന്മാർ. ആദ്യത്തെ ചോദ്യം തന്നെ തെറ്റിയാൽ തീർന്നു. കാരണം പിടയുടെ പുകച്ചൽ മാറി വരുമ്പോഴേക്കും അടുത്ത ചോദ്യം വരും. കയ്യിലെ വേദനയും പേടിയും കൊണ്ട് ഉത്തരം തീർച്ചയായും എങ്ങോ പോയി മറഞ്ഞിട്ടുണ്ടാവും. അടുത്ത അടിയും കിട്ടിയിരിക്കും. ഉത്തരം പറയാത്ത ആശാന്മാരെയും ആശാത്തികളെയും ഈ വിമ്മിഷ്ടത്തിനിടയിലും ഞാൻ ഒന്ന് ശ്രദ്ധിക്കും. എവിടെയോ ഒരാശ്വാസം. ഓരോരുത്തരുടെയും പേടിക്ക് വേറെ വേറെ ഭാവങ്ങളാണെന്ന് അക്കാലത്ത് ഞാൻ കണ്ടുപിടിക്കുകയുണ്ടായി. ബീഭത്സവും ഭയാനകവും രൗദ്രവും സങ്കടവും വാശിയും പേടിയും അങ്ങനെ പലരിലും പല ഭാവങ്ങൾ തല്ല് കിട്ടുന്നതിന് മുൻപായി മുഖത്ത് നിറഞ്ഞു നിൽക്കുന്നത് അല്പം ഒരു രസത്തോടു കൂടി ഞാൻ കണ്ടു. എല്ലാവരും അവരവരുടെ വിഹിതം വാങ്ങുമ്പോൾ ഉള്ള ചേഷ്ടകൾ വിസ്താരഭയത്താൽ ചുരുക്കി എഴുതുന്നു. കൈകൾ ആഞ്ഞു കുടയുന്നു. ചിലർ കൈപ്പത്തി നേരെ വായിലേക്ക് തിരികെ ഊതുന്നു. ചിലർ ഇടുപ്പിൽ അമർത്തി തുടയ്ക്കുന്നു. അടി കിട്ടിയിടത്ത് തുപ്പി കൂട്ടി തിരുമുന്നവരുമുണ്ട്. ടീച്ചറോട് പ്രതിഷേധം അറിയിക്കാനെന്ന പോലെ കണ്ണുകൾ പരമാവധി പുറത്തേക്ക് ഉന്തി പിടിച്ചവരതാ തണ്ണീരെങ്ങാനും വന്നു പോകുമോ എന്നൊരങ്കലാപ്പിൽ. എന്നു വേണ്ട, ഏറെയുണ്ട് ഇത്തരത്തിൽ. ഞാനും ചൂരൽ ചുംബനം പതിഞ്ഞ കൈകൾ മുണ്ടിലമർത്തി തിരുമി ഇരിപ്പായി. രസികന്മാരായ മാഷന്മാരും ഉണ്ടായിരുന്നു. വാ തുറന്നാൽ ഒരു ഫലിതത്തോടു കൂടി ആരംഭിക്കുന്ന വർഗീസ് മാഷ്, അതായത് ഫിസിക്സ് മാഷ്, ഒരു ചൊറിച്ചിലുമില്ലാത്ത ഒരു ഒഴുക്ക് വെള്ളം പോലെ കണക്കെടുത്തിരുന്ന പൊറിഞ്ചു മാഷ്, കുറിക്കൊള്ളുന്ന ടോൾ ഡയലോഗുകൾ കൊണ്ട് പിള്ളേരെ പിടിച്ചിരുത്തി നാണക്കേടാക്കിയിരുന്ന ചെറിയാൻ മാഷ്, അങ്ങനെ ധാരാളം മാഷന്മാരും ടീച്ചർമാരും. അങ്ങനെ സ്കൂൾ ഓർമ്മകൾ ആകുന്ന അപ്പൂപ്പൻ താടികളികൾ ഒരുപാട് വർഷങ്ങൾ പിന്നിലേക്ക് തെന്നിയും തടഞ്ഞും പാറിപ്പറന്നുകൊണ്ടിരിക്കുമ്പോൾ സുഖമുള്ള ഓർമ്മകളും ദുഃഖങ്ങളുടെ നൊമ്പരങ്ങളും ഒരു മരുപ്പച്ച പോലെ മാറിക്കൊണ്ടിരിക്കുന്നത് ഈ സായന്തനങ്ങളിൽ മനസ്സിന്റെ മേലാപ്പിൽ തൂങ്ങിയാടിക്കൊണ്ടിരിക്കുന്നു. അത് ഉൾക്കണ്ണിലൂടെ നോക്കിക്കൊണ്ടിരിക്കാൻ നല്ല രസമാണ്.